Hi friends, welcome to a new video. Today we are going to discuss Maths second unit beyond 1000. In our first chapter, we learn about shapes and now we are going to learn something about numbers. മൂന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഹൺഡ്രഡ്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ആരെയാണ് പഠിക്കേണ്ടത്? തൗസൻഡ്സിനെയാണ് പഠിക്കേണ്ടത്. സോ ഇവിടെ നോക്കൂ, നിങ്ങളുടെ ഫസ്റ്റ് പേജിനകത്ത് ഒരു റേസ് നടക്കുന്നത് കാണാം. എന്ത് റേസാണ് നടക്കുന്നത്? കാർ റേസാണ് അല്ലേ? ഇതിനകത്ത് നമ്മുടെ ടോട്ടോ കാറാണ് ഫസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത്. അവൻ്റെ നമ്പർ എത്രയാണെന്നൊന്ന് വായിച്ചു നോക്കൂ. യെസ്, 1000 ആണത്. 1000 അല്ലേ? ഹിയർ കംസ് യുവർ ഫസ്റ്റ് ആക്ടിവിറ്റി. ഫൈൻഡ് ദ റിലേഷൻ. ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദി എംപ്റ്റി സെൽ. അവിടെ നിങ്ങൾക്ക് 2 കോളംസ് കാണാം. ഈ കോളത്തിനകത്ത് എഴുതിയിട്ടുള്ള നമ്പേഴ്സ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണത്? ഫസ്റ്റ് കോളം നോക്കൂ, 9. അതിൻ്റെ താഴെയായിട്ട് ഏതാ നമ്പർ വരുന്നത്? 10. ഓക്കെ, അപ്പോൾ 9 കഴിഞ്ഞ അടുത്ത നമ്പറാണ് 10. ദെൻ നെക്സ്റ്റ് വരുന്നത് 100. 100 കഴിഞ്ഞാൽ 101. തേർഡ് കോളം എം ടി ആണ്. അതിനകത്ത് താഴെയുള്ള കോളത്തിലെ നമ്പർ അവിടെ തന്നിട്ടുണ്ട് 110. ഓക്കെ, ഇനി 110ൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന നമ്പർ ഏതാണ്? Yes, 109. Then 199 is the next number is 200. Then 280 is the അതിന് മുന്നേയുള്ള നമ്പർ ഏതാണ്? 279. Then in the next box 500 is the after that 501. Then 667 is the before that 666. Then 909 is the then after that 910. Then the second last one is 990. Before that 989. Then our last column is 999. Then the next number is 1000. നമ്മളിപ്പോൾ പറഞ്ഞ നമ്പറുകൾ അത്രയും അവിടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ, കളർ ദ ടോട്ടോ കാർ. ഇവിടെ നിങ്ങൾ മുകളിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ആ നമ്പേഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ടോട്ടോ കാറിനെ കളർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലായിട്ട് ബോക്സിനകത്ത് എഴുതിയ നമ്പറുകളെല്ലാം താഴെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാനൊക്കും. ആ നമ്പറുകളുള്ള ബോക്സ് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ടോട്ടോ കാറിനെ കിട്ടും. ഓക്കെ, ദെൻ നമ്പർ പ്ലേറ്റ്. There are the friends of Totoka. Find their numbers from the clues and write on their number plates. ഇവിടെ ടോട്ടോക്കാരൻ്റെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കാണാം. അവർക്കൊന്നും നമ്പറുകളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ തന്നിട്ടുള്ള ക്ലൂ ഉപയോഗിച്ച് അവർക്ക് നമ്പർ പ്ലേറ്റിൽ നമ്പറുകൾ എഴുതി കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് വൺ വരുന്നത് 800s, 4 10s, 2 1s. 8 100കളും 4 10സും 2 1സും. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 842 എന്ന് വരും. നെക്സ്റ്റ് 1 ലെസ് ദാൻ 910. അതെത്രയാണ് നമ്പർ വരുന്നത്? 909. ദെൻ തേർഡ് വൺ, ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 999. ലാസ്റ്റ് വൺ, 1 മോർ ദാൻ ദ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. ആൻസർ ഇസ് 100. ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 99 ആണ്. 99ഓട് കൂടി 1 ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 100 എന്ന് വരുന്നു. നെക്സ്റ്റ് അവിടെ നോക്കൂ, ടോട്ടോ കാർ കാണുന്നുണ്ട് അല്ലേ? റീഡ് മൈ നമ്പർ എന്നാണ്. നമ്പർ പ്ലേറ്റിൽ എഴുതിയിട്ടുള്ള നമ്പർ ഒന്ന് വായിച്ചു നോക്കൂ. എത്രയാണത്? യെസ്, 1000. സോ 1000ൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പഠിക്കുകയാണ്. എന്താണത്? 1000 ആണ് ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ. 1000 ഈസ് ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഓക്കെ, ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ആൻസർ ഏതാണ്? 1000 ആണ് കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ജോയിൻ ദം. ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് വെഹിക്കിൾസ് ഹൂസ് നമ്പേഴ്സ് ആഡ് അപ്പ് ടു ടോട്ടോക്കാസ് നമ്പർ. ഡ്രോ ലൈൻസ് ടു ജോയിൻ ദം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ടോട്ടോ കാറിൻ്റെ നമ്പർ കിട്ടുന്ന തരത്തിൽ ഈ വെഹിക്കിൾസിനെ ജോയിൻ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ 505 എന്നുള്ളതാണ് ആ ഒരു ജീപ്പിൻ്റെ നമ്പർ വരുന്നത്. അതിനോടുകൂടി ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുന്നത്? യെസ്, 495. സെക്കൻഡ് വൺ 999. 999നോട് 1 ആഡ് ചെയ്യുമ്പോൾ 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? 1000 എന്നുള്ള നമ്പർ കിട്ടുന്നത്. തേർഡ് വൺ 750. 250 പ്ലസ് 750 ഗീവ്സ്
1000, isn't it? Then fourth one, 990. 990 plus 10 gives 1000. The last one is 900. 900 plus 100 gives 1000. Next one, just one more. Though you can see the picture of an abacus. What is the number shown in the abacus? അബാക്കസിൽ കാണിക്കുന്ന നമ്പർ ഏതാണ്? ഹൺഡ്രഡ്സിൽ 9 ആണ്, ടെൻസിൽ 9 ആണ്, വൺസിൽ 9 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 999. ഇഫ് വി ആഡ് വൺ മോർ, ഒരെണ്ണവും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്ന നമ്പർ? 1000 എന്നുള്ളതാണ് അല്ലേ? ഡ്രോ ദിസ് നമ്പർ ഇൻ ദ അബാക്കസ്. അബാക്കസിൽ എന്ത് ചെയ്യണം? 1000 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. സോ അബാക്കസിൻ്റെ 1000 പൊസിഷനിൽ ഒരു ബീഡ് ആഡ് ചെയ്താൽ നമുക്ക് എന്തായി? 1000 എന്നുള്ള ആ ഒരു നമ്പർ നമുക്ക് അബാക്കസിൽ കാണിക്കാനായി. ദെൻ അവിടെ ഒരു പസിൽ കോർണർ കാണാം. 1 ബീഡ് ഇൻ ദ അബാക്കസ് ലാർജർ ദാൻ ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ഹു ആം ഐ? വിച്ച് ഈസ് മൈ പൊസിഷൻ ഇൻ ദി അബാക്കസ്? ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പറിനേക്കാൾ ഒരെണ്ണം കൂടുതൽ ആരാണ് ഞാൻ എന്നുള്ളതാണ്. സോ അതും ആരിലേക്കാണ് ആൻസർ പോകുന്നത്? 1000 എന്നുള്ള നമ്പറിലേക്കാണ് ആൻസർ പോകുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, പെട്രോൾ പമ്പ്. കാർസ് ഇൻ ദ റേസ് ഫിൽഡ് പെട്രോൾ ഫോർ 1000 rupees. അപ്പം നമ്മുടെ ടോട്ടോക്കാരും ഫ്രണ്ട്സും റേസിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു? പെട്രോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ടോട്ടോക്കാർ ഗേവ് 100 rupee notes. ഹൗ മെനി നോട്ട്സ്? ഇവിടെ വന്നപ്പോൾ 1000 രൂപയ്ക്കാണ് അവർ പെട്രോൾ ഫില്ല് ചെയ്തതെന്ന് പറഞ്ഞു. ടോട്ടോക്കാർ കൊടുത്തതെല്ലാം 100 rupees ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര നോട്ടുകൾ കൊടുത്ത് കാണും എന്നുള്ളതാണ് ചോദ്യം. സോ ടോട്ടോക്കാർ എത്രയാണ് കൊടുക്കുന്നത്? 10 എണ്ണം കൊടുക്കണം അല്ലേ? 10 നോട്ട്സ് ആണ്. 10 100 മേക്സ് 1000 എന്നുള്ളതാണ്. ദെൻ ടോമോക്കാർ ഗേവ് എ ഷെഫ് ഓഫ് 10 rupee notes. ഹൗ മെനി നോട്ട്സ്? ടോമോക്കാർ 10 rupee ആണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? യെസ്, 100 നോട്ട്സ് കൊടുക്കണം. 100 10 മേക്സ് 1000. ദെൻ ലാസ്റ്റ് വൺ, ബഗി കാർ ഗേവ് 1 rupee കോയിൻസ്. ബഗി കാർ കോയിൻസാണ് കൊടുത്തിരിക്കുന്നത്. 1 രൂപയുടെ കോയിൻസ് ആണ്. ഹൗ മെനി കോയിൻസ്? എത്ര കോയിൻസ് വേണം? എത്ര ഒന്നുകൾ ചേർന്നാലാണ് 1000 ആകുന്നത് എന്നുള്ളതാണ്. യെസ്, 1001 മേക്സ് 1000. 1000 ഒന്നുകളാണ് എന്ത് ചെയ്യുന്നത്? 1000ത്തെ നിർമ്മിക്കുന്നത് അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, കാർ റേസ്. ദ നമ്പർ ഓഫ് റൗണ്ട്സ് കംപ്ലീറ്റഡ് ബൈ ഈച്ച് കാർ ഈസ് ഗിവൺ ബിലോ. കാൽക്കുലേറ്റ് ദ പോയിൻറ്റ്സ് എന്നുള്ളതാണ്. ഓരോ കാറുകളും കംപ്ലീറ്റ് ചെയ്ത റൗണ്ട്സ് എത്രയാണെന്ന് അവിടെ തന്നിട്ടുണ്ട്. സോ ഇഫ് ദേ കംപ്ലീറ്റഡ് 1 റൗണ്ട് ദേ ഗോട്ട് 1000 points. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1000 പോയിൻറ്റ് കിട്ടുന്നു. അപ്പോൾ റൗണ്ട്സിനനുസരിച്ച് പോയിൻറ്റ്സ് എന്ത് ചെയ്യും? ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് മിക്കി കാർ കംപ്ലീറ്റഡ് 1 റൗണ്ട് ആൻഡ് ഗോട്ട് 1000 points. സ്കൈ ബി കംപ്ലീറ്റഡ് 5 റൗണ്ട്സ് ദെൻ ഹി ഗോട്ട് 5000 points. Buggy completed 3 points and got 3000 points. Alpha completed 6 rounds and got 6000 points. Tomo completed 7 rounds and got 7000 points. And Flora already done the completed 4 rounds and got 4000 points. Freddy completed 8 rounds and got 8000 points. Speedy completed 9 rounds and got 9000 points. And our Toto completed 10 rounds and he got 10,000 points. And Bonnie completed 2 rounds and got 2000 points. The next activity is, according to the points got by the cars, write their names in order. Write them in different ways. ഈ പോയിൻറ്റ്സിന് അടിസ്ഥാനത്തിൽ അവരെ എന്ത് ചെയ്യണം? ഓർഡർ ചെയ്ത് എഴുതണം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ലെറ്റ്സ് ക്ലൈംബ് അപ്പ് എന്ന് പറഞ്ഞ് റൈറ്റ് ദ നമ്പർ ഓൺ ഈച്ച് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളുടെ കാറിനെ എന്ത് ചെയ്തിരിക്കുന്നതാണ്? ഓർഡർ അനുസരിച്ച് എഴുതിയിരിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. 1000കൾ ആഡ് ചെയ്ത് നമ്മൾ ഈ ഒരു ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 1000, 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000 ആൻഡ് ലാസ്റ്റ് എത്രയാണ്? 10,000. ടോട്ടോയ്ക്ക് കിട്ടിയ പോയിൻറ്റ്സ് എത്രയാണ്? 10,000 ആണ് അല്ലേ? ഇനി അതിന് താഴെ ഡ്രോ ദ പോയിൻറ്റ്സ് സ്കൈ ബി കാർ ഗോട്ട് ഇൻ ദ അബാക്കസ്. സ്കൈ ബി കാറിന് കിട്ടിയ പോയിൻറ്റ്സ് എന്ത് ചെയ്യണം? അബാക്കസിൽ മാർക്ക് ചെയ്യാണ് വേണ്ടത്. 5000 മേക്ക് 5000. അപ്പോൾ 5000 ആണ് 5000 എന്നുള്ള ആ ഒരു നമ്പർ മേക്ക് ചെയ്യുന്നത് അല്ലേ?
സോ അബാക്കസിൽ നമ്മൾ ബീഡ്സ് മാർക്ക് ചെയ്യുമ്പോൾ 5000 ലഭിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ബീഡ്സ് മാർക്ക് ചെയ്യണം? 5 ബീഡ്സ് മാർക്ക് ചെയ്യണം. 5 മുത്തുകളാണ് നമ്മൾ 1000ൻ്റെ പൊസിഷനിൽ കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, സ്പീഡി കാറിൻ്റെ പോയിൻറ്റ്സ് എന്ത് ചെയ്യണം? അബാക്കസിൽ മാർക്ക് ചെയ്യണം. അവന് കിട്ടിയത് 9000 ആണ്. സോ 1000ൻ്റെ പൊസിഷനിൽ അബാക്കസിൽ 9 ബീഡ്സ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 10,000s ആണ് 10,000 മേക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാവും അല്ലേ? ആ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ലാസ്റ്റ് ടോട്ടോ കാർ വാങ്ങിയത് 10,000s ആണ് അല്ലേ? 10 റൗണ്ട്സ് ആണ് അവൻ കംപ്ലീറ്റ് ചെയ്തത്. സോ ഹി ഗോട്ട് 10,000s. ദെൻ ദാറ്റ് മേക്സ് 10,000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 ഓഫ് 1000s എന്തായിരിക്കും? 20,000 ആയിരിക്കും അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റ് ദ സംസ്. 10, 100, 1000, 10,000 ഇങ്ങനെയാണ് അവിടെ ബോക്സ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 10 വരുന്നു, ഏതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 100 വരുന്നു, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു കോളം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, റൈറ്റ്, ഡ്രോ ആൻഡ് റീഡ്. ഇവിടെ നമ്മൾ അബാക്കസിൽ ലൈൻസ് വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്പേഴ്സിലും ലെറ്റേഴ്സിലും ഇത് എഴുതണം. അതുപോലെ കൂട്ടുകാരത് വായിക്കാനും പഠിക്കണം കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും നോക്കാം. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈർക്കിൽ കെട്ടുകൾ നോക്കി നമ്പേഴ്സിലും ലെറ്റേഴ്സിലും എന്ത് ചെയ്യണം? അതിൻ്റെ കൗണ്ട് എഴുതണം. അതുപോലെ തന്നെ ലാസ്റ്റ് കാണുന്ന അബാക്കസിൽ നിങ്ങളത് മാർക്ക് ചെയ്യുകയും വേണം. ഇവിടെ ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് നോക്കി എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. അടുത്തതും ഇതുപോലെ തന്നെ കമ്പൈനിങ് വിത്ത് തൗസൻഡ്സ് എന്ന് പറഞ്ഞ് 1000ഉം മറ്റുള്ള നമ്പേഴ്സ് കൂടി കൂടുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. സെയിം ആക്ടിവിറ്റിയാണ്. കൂടുതൽ ഒന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരേ രീതിക്കുള്ള ആക്ടിവിറ്റീസ് തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാം കേട്ടോ. അവിടെ 1000 + 100 തന്നിട്ടുണ്ട്. അത് നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ 1000 and 100 എന്നെഴുതും. 1000 + 10 1010 എന്നെഴുതും. ഇതുപോലെ തന്നെ 2000 + 200 തന്നു. ദെൻ കമ്പൈൻ ചെയ്താൽ 2200 എന്നെഴുതാം. 3000 + 40 3040 എന്നെഴുതാം. 3000 + 5 3005 എന്നെഴുതാം. സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്താൽ ലാസ്റ്റ് നമ്പർ വന്നിട്ടുള്ളത് 6000 + 700 + 40 + 8 കമ്പൈൻ ചെയ്ത് 6748 എന്ന് എഴുതാൻ നോക്കും. ഓക്കെ. നെക്സ്റ്റ്, നമ്പേഴ്സ് ആൻഡ് വേർഡ്സ് എന്നാണ്. നമ്പേഴ്സിനെ വേർഡ്സിൽ എഴുതാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്പർ വന്നിട്ടുള്ളത് 5250 എന്നാണ്. ഇതിനെ ലെറ്ററിലേക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ വേർഡ്സിനകത്തേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ്? 5250 എന്നെഴുതും അല്ലേ? ഇനി അവിടെ വേർഡ്സിൽ തന്നിട്ടുണ്ട് 7707. അപ്പോൾ നമ്മൾ നമ്പറിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? 7707 എന്നാണ് എഴുതുന്നത്. ദെൻ അവിടെ നമ്പർ തന്നു 9018. അതിന് നമ്മൾ വേർഡ്സിൽ എഴുതുമ്പോൾ 9018 എന്നെഴുതും. ദെൻ വേർഡ്സ് തന്നിട്ടുണ്ട് 9009. നമ്പറിൽ എഴുതുമ്പോൾ 9009 എന്നാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, നമ്പർ കാർഡ്സ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് 3, 5, 8, 1 ഇങ്ങനെയാണ്. ഈ നമ്പേഴ്സ് വെച്ച് നമ്മൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് മേക്ക് ചെയ്യാണ് വേണ്ടത്. ഇതിൽ നമുക്ക് 3 വെച്ച് ബിഗിൻ ചെയ്യുന്ന 4 ഡിജിറ്റ് ഉണ്ടാക്കാം. 5 വെച്ച് ബിഗിൻ ചെയ്യുന്ന 4 ഡിജിറ്റ്സ് വേണം. 8 വെച്ച് ബിഗിൻ ചെയ്യുന്നതുണ്ടായിരിക്കും. 1 വെച്ച് ബിഗിൻ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഓരോ നമ്പേഴ്സ് വെച്ചും 6 4 ഡിജിറ്റ് നമ്പേഴ്സാണ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനി അതിന് താഴെ ഹൗ മെനി നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 5 എന്ന് ചോദിച്ചിട്ടുണ്ട്. 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 4 ഡിജിറ്റ്സ് എത്ര എണ്ണമാണുള്ളത്? 6 നമ്പേഴ്സാണുള്ളത്. ദെൻ ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 ഇൻ ദ ടെൻസ് പ്ലേസ്? ടെൻസിൻ്റെ സ്ഥാനത്ത് 8 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർഡറിൽ എഴുതണം. സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മോളസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ചെറിയതിൽ നിന്ന് വലിയതിലേക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഓർഡർ ചെയ്ത് എഴുതണം. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് റീഡിങ് ദ നമ്പർ എന്നുള്ളതാണ്. സോ ഇവിടെ സ്പീഡി കാർസ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് വിത്ത് മഡ്. നമ്മുടെ സ്പീഡി കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മഡ് വെച്ച് കവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓരോ നമ്പേഴ്സാണ് നമുക്ക് കാണുന്നത്. ഫസ്റ്റ് അത് നമുക്ക് 9 മാത്രമേ കാണുന്നുള്ളൂ. കുറച്ചുകൂടി ക്ലീൻ ചെയ്തപ്പോൾ 99 വന്നു. ആഫ്റ്റർ ക്ലീനിങ് സം മോർ 999. ദെൻ വെൻ മോസ്റ്റ് ക്ലീൻഡ് 49 നമുക്കവിടെ കാണാം.
അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്പേഴ്സിൻ്റെ ഒരു മാജിക് നിങ്ങൾക്ക് അവിടെ കാണാം. 9 + 1 10, 99 + 1 100, 999 + 1 makes 1000, 9999 + 1 make 10,000. നെക്സ്റ്റ് വൺ ഗിഫ്റ്റ് എന്നുള്ളതാണ്. ഇവിടെ ടോട്ടോക്കാർ നമ്മുടെ റേസ് വിൻ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ ക്യാഷ് പ്രൈസ് കിട്ടിയ ഒരു ചെക്ക് ലീഫാണ് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് എമൗണ്ട് എഴുതിയിട്ടുണ്ട് 9999 ഓൺലി എന്ന്. ഇതിനെ നമ്പറിലേക്ക് നിങ്ങൾ അവിടെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, നമ്പറിലേക്ക് എഴുതുമ്പോൾ 49 ആണ് എഴുതേണ്ടത് അല്ലേ, 9999. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നുള്ള ഒരു ബോക്സാണ്. ഇതിനകത്ത് ഓരോ കാറും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ടാബുലേറ്റ് ചെയ്യണം. ടാബുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും സ്പീഡിൽ പോയ അല്ലെങ്കിൽ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത കാറായിരിക്കണം ഏറ്റവും ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ നമ്മുടെ ടോട്ടോ കാറാണ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ട്രാവൽ ചെയ്തിട്ടുള്ളത്. 8564 ആണ്, 64 കിലോമീറ്റേഴ്സാണ് നമ്മുടെ ടോട്ടോ കാർ എന്ത് ചെയ്തത്, ട്രാവൽ ചെയ്തത്. ഇങ്ങനെ നിങ്ങൾ ഓരോന്നിൻ്റെയും ഓരോ കാറിൻ്റെയും ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് അതിനെ എന്ത് ചെയ്യേണ്ടത്, ഓർഡർ ചെയ്യേണ്ടത്. ഏറ്റവും കുറവ് പോയ ആളാണ് ഏറ്റവും ലാസ്റ്റ് വരേണ്ടത്. അതുപോലെ തന്നെ അതിനെ വേർഡ്സിലേക്ക് ഇപ്പുറത്തേക്ക് മാറ്റി എഴുതുകയും വേണം കേട്ടോ. നെക്സ്റ്റ്, ബഗ്ഗി കാസ് നമ്പർ. Take one bead from the thousands place in the abacus and put it in the ones place. What is the number now? ഇപ്പോൾ അബാക്കസിൻ്റെ 1000 പ്ലേസിൽ 5 ബീഡ്സ് ആണ് കാണുന്നത്. അതിനകത്ത് നിന്ന് ഒരെണ്ണം അങ്ങെടുത്ത് വൺസിൻ്റെ സ്ഥലത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നമ്പർ വരുന്നത്? 4009 എന്നുള്ളതാണ് വരിക അല്ലേ. അങ്ങനെയാണെങ്കിൽ ബഗ്ഗി കാസ് നമ്പർ ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദി അബാക്കസ് ആൻഡ് ദ നമ്പർ ഇൻ ഇറ്റ് നൗ. നമുക്ക് ബഗ്ഗി കാറിൻ്റെ നമ്പറാണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അതിന് തന്നിട്ടുള്ള ക്ലൂ ഇതാണ്. ഫസ്റ്റ് അബാക്കസിൽ കാണിച്ച നമ്പർ, അതായത് 5000, അതും ഇപ്പോൾ നമ്മൾ ഒരു ബീഡ് മാറ്റിയിട്ടപ്പോൾ അബാക്കസിലുള്ള നമ്പർ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബഗ്ഗിയുടെ നമ്പർ. സോ വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് വരിക? അതെ, 999 ആണ് വരുന്നത് അല്ലേ. 999. 5000 - 4001 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാണ്? 999 ആണ്. Then adding one more. What is the number in the abacus now? ആ അബാക്കസിൽ കാണിച്ചിട്ടുള്ള നമ്പർ എത്രയാണ്? 9999. What is the number got by adding 1 to it? അതിനകത്തേക്ക് ഒരു നമ്പർ കൂടി ആഡ് ചെയ്താൽ ഇനി 10,000ൻ്റെ പ്ലേസിലാണ് എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയായിരിക്കും? 10,000 ആയിരിക്കും അല്ലേ. ദെൻ ടോമോ കാർ ഇൻ വർക്ക്ഷോപ്പ്. ഇതൊരു ആക്ടിവിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. നമ്പേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. ടോമോ കാർ വാസ് ടേക്കൺ ടു വർക്ക്ഷോപ്പ് ഫോർ റിപ്പയർ ആഫ്റ്റർ ദ റേസ്. 3,500 rupees was spent to change the battery. 2,500 rupees for engine work. 4,000 rupees for painting. What is the total amount spent? ഇവിടെ 3,500 രൂപ ബാറ്ററി ചേഞ്ച് ചെയ്യാനും 2,500 രൂപ എൻജിൻ വർക്കിനും 4,000 രൂപ പെയിൻറ്റിനും വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായി എന്നുള്ളതാണ് ചോദ്യം. ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? തന്നിട്ടുള്ള നമ്പേഴ്സ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. സോ 3,500 + 2,500 + 4,000 = 9,000 എന്ന് കിട്ടും. Next one, on a tour. Toto car is being readied for an all India tour. All 4 tires have to be changed. The price of one tire is 2,500 rupees. How much money is needed for 4 tires? ടോട്ടോ കാർ എന്ത് ചെയ്യുന്നു, അവൻ ഓൾ ഇന്ത്യ ടൂറിന് പോവാണ്. അപ്പോൾ എല്ലാ ടയറും അങ്ങ് ചേഞ്ച് ചെയ്തു. അന്നേരം ഒരു ടയറിന് അവിടെ 2,500 rupees ആയി. അങ്ങനെയാണെങ്കിൽ 4 എണ്ണത്തിനും കൂടി എത്ര രൂപയായി എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടയറിന് 2,500 ആണ്. അപ്പോൾ 4 ടയർ മാറ്റിയപ്പോൾ 4 പ്രാവശ്യം എന്തായി, 2,500 ആയിട്ടുണ്ട് അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പം നമ്മളങ്ങനെ 4 times 2,500 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 എന്ന് കിട്ടും. ഇനി ഇതിന് മൾട്ടിപ്ലിക്കേഷൻ
സിമ്പിളാണ്, പക്ഷേ 4 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരിത്തിരി പ്രോബ്ലം വരും. അല്ല, ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. 2500 നമ്മൾ എന്ത് ചെയ്താൽ മതി, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 0 ആയതുകൊണ്ട് രണ്ട് സമയത്തും 0 തന്നെ വരും. 5 × 4 20 എന്ന് വരും. ദെൻ ബാലൻസ് 2 ആയിരിക്കും. 4 × 2 8 എന്ന് വരും. 8 + 2 10 എന്ന് വരും. ഓക്കെ, അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താം. ഇനി അത് കുറച്ച് ബുദ്ധിമുട്ടായവർക്ക് എന്ത് ചെയ്താൽ മതി, ഈ 2500-നെ 4 ടൈംസ് ആഡ് ചെയ്താൽ മതി. അന്നേരവും നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് വൺ, ബോണി ഈസ് ആൻ ഇലക്ട്രിക് കാർ. ദ amounts paid for recharge during its all India tour are given below. Calculate the total amount. ബോണി ഒരു ഇലക്ട്രിക് കാറാണ്. അവൻ ഓൾ ഇന്ത്യ ടൂറിൽ റീചാർജ് ചെയ്ത 3 പ്രാവശ്യം റീചാർജ് ചെയ്തിട്ടുണ്ട്. ഓരോ റീചാർജിലും അവന് കൊടുത്ത കാശാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് റീചാർജിൽ 3500 റുപ്പീസും, സെക്കൻഡ് റീചാർജിന് 2000 റുപ്പീസും, തേർഡ് റീചാർജിന് 3000 റുപ്പീസുമാണ് വരുന്നത്. എത്രയാണ് മൊത്തം എന്നുള്ളതാണ് ചോദ്യം. ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 എമൗണ്ടും കൂടി ആഡ് ചെയ്ത് 8500 എന്ന നമ്പറിലേക്ക് എത്താം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, കണ്ടിന്യൂ ദ പാറ്റേൺ. പാറ്റേൺസ് അവിടെ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ പാറ്റേണിൻ്റെ ഒരു ആൻസറിലേക്ക് എത്തുന്നത് തന്നിരിക്കുന്ന നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാണ്. പാറ്റേൺസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പോൾ 3 നമ്പറാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇവിടെ നോക്കൂ, ഫസ്റ്റ് വൺ 500, 1000, 1500 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 500-ഉം 1000-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 500-ൻ്റെയാണ്. 1000-ഉം 1500-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 500 ആണ്. അപ്പം നമ്മളിവിടെ 500 ആഡ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. അങ്ങനെ ഓരോ നമ്പേഴ്സ് നോക്കുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ റിലേഷൻ എന്താണെന്ന് കിട്ടും. അതിനനുസരിച്ചിട്ട് വേണം ആൻസറിലേക്ക് എത്താൻ. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് മൈ പാറ്റേൺസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് പാറ്റേൺസ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ പാറ്റേൺ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു പ്രത്യേക ഒരു ഓർഡറിലായിരിക്കും കൊടുക്കേണ്ടത്. അതിൻ്റെ ഡിഫറൻസ് നോക്കിയാണ് നമ്മൾ പാറ്റേണുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 4 പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുപോലെ വേറെ എന്ത് ചെയ്യാവുന്നതാണ്, കണ്ടുപിടിച്ച് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി. ഇനി വരുന്നത് എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസാണ്. അത് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.